ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. Praise be to the name of the Lord. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. I thank God for this blessed time. ജീവമന്ന എന്ന ഈ ആത്മീയ ഗ്രൂപ്പിലൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്നതിൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. We are praising God so we can attract you by this group Jivamanna. ഇതിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസനായ കർത്താവിനെ സ്തുതിക്കുന്നു. And I also praise this pastor who has this leadership of this group. മറ്റെല്ലാ ബഹുമാനിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നിസ്തുല്യനായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിൽ സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുകയാണ്. And I give the evening greetings to everyone who are hearing us. എനിക്കും എൻ്റെ മകനും ഒരുമിച്ച് നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ കഴിയുന്നതിൽ കർത്താവിനെ സ്തുതിക്കുന്നു. And I am praising God so that me and my son could preach to you. എൻ്റെ മകനായിരിക്കുന്ന ജെറമിയാണിത്. And this is my son Jeremiah. ജെറമിയ 6ാം ക്ലാസ്സിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. And Jeremiah is studying in standard 6. കർത്താവ് നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് സഹായിക്കട്ടെ. And may the Lord bless you all abundantly. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. And together pray to God. ഇപ്പോൾ ജെറമിയ ഒരു പാട്ടിന്റെ ചില വരികൾ പാടിയതിനു ശേഷം നമുക്ക് ദൈവവചനത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരും. Glory, 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 you are glorious and worthy to be praised, to the Lamb upon the throne. And unto you we lift our voice in praise, the Lamb upon the throne. Glory, glory, glory to the Lamb, 'cause you are glorious and worthy to be praised, the Lamb upon the throne. And unto you we lift our voice in praise, the Lamb upon the throne. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വൈകിയ വേളയിൽ നടക്കുന്ന ഈ ആത്മീയ ശുശ്രൂഷകൾ അനേകർക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. And we can turn our attention to the word of God. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 118 സങ്കീർത്തനം അതിന്റെ 8-9 വാക്യങ്ങൾ. The book of Psalms in chapter number 118 and verse number 8 and 9. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. It is better to trust in the Lord than to put confidence in man. It is better to trust in the Lord than to put confidence in princes. ഈ രാത്രിയിലെ ആത്മീയാലോചനകളുടെ തലക്കെട്ട് എന്ന് പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്ന നീ ഒരു നാളും പരാജയപ്പെടുകയില്ല. And today the topic of our message is you who put trust in the Lord will not fail. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവവേദൻ ഒരു നാളും പരാജയപ്പെടുകയില്ല. The child of God who puts trust in the Lord will not fail. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിനെ കർത്താവ് ഉയർത്തുവാനിടയായി തീരും. God will raise a child of God who put trust in him. നിന്റെ ശിരസ് താഴുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. God will not allow your head to bow down. അവചനം ഇങ്ങനെയാണ് വായിക്കുന്നത്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. And we can read the verse like this: it is better to put trust in the Lord than to put confidence in men. എന്താണ് ആ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്? What is the meaning of that verse? മനുഷ്യരിൽ ആശ്രയിക്കുന്നതെന്നാണ്. Is it says like we should not put our confidence in man? നമ്മുടെ ബന്ധങ്ങളിൽ നമ്മൾ ആശ്രയിക്കുന്നതാണോ? Does it says that we should not put our confidence in our relationships? നമ്മുടെ കരത്തിലുള്ള പണത്തിൽ ആശ്രയിക്കുന്നതാണോ? Does it say that we should not put our confidence in the money which we have? നമ്മളുടെ ബന്ധുമിത്രാദികളിൽ ആശ്രയിക്കുന്നതാണോ? Is it says that we should not put our confidence in our neighbors?
വൈദ്യശാസ്ത്രത്തിൽ ആശ്രയിക്കരുതെന്നാണോ? Does it say that we should not put our confidence in medicals? ശാസ്ത്രീയ സാങ്കേതിക വിദ്യയിൽ ആശ്രയിക്കരുതെന്നാണോ? Does it say that we should not put our confidence in technology? അതിലൊന്നും ആശ്രയിക്കരുതെന്നല്ല ഈ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്. It does not mean that we should not put confidence in these things. നമ്മൾ ഒരു സാമൂഹിക ജീവിയായിരിക്കുന്നു. And we have a social people. നമ്മൾ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത്. And we are living in these earth. നമുക്ക് മനുഷ്യരുമായിട്ട് ബന്ധം വളരെ ആവശ്യമായിരിക്കുന്നു. And we need a relationship with men. നമുക്ക് എല്ലാ ബന്ധങ്ങളും വളരെ വിലപ്പെട്ടതായിരിക്കുന്നു. And all our relationship is valuable. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് മനുഷ്യനിൽ ആശ്രയിക്കരുതെന്നല്ല. And the meaning of that, we should not put our confidence in God, but put confidence in God. That we should not put our confidence in men, but to put trust in the Lord. It does not mean that we should not put confidence in man. ദൈവം തന്നെ ഈ ഭൂമിയിൽ തന്റെ ദൗത്യങ്ങൾ നിർവഹിക്കുന്നതിന് മനുഷ്യനെയാണ് ആശ്രയിക്കുന്നത്. And to fulfill all the needs of him in this world, he is using man to do it. നമ്മുടെ സഹായത്തിന് വേണ്ടി ദൂതന്മാരെ അയക്കും, അത് സത്യമാണ്. And he sends angels for our needs, that is true. എന്നാൽ ദൈവം മനുഷ്യനിലൂടെയാണ് തന്റെ പ്രവൃത്തിയെ ഈ ഭൂമിയിൽ ചെയ്ത് എടുക്കുന്നത്. But he is doing his works on this earth through man. ദൈവത്തിന് നമ്മെ ആവശ്യമായിരിക്കുന്നു. God needs us. അപ്പോൾ ഈ വാക്കിന്റെ അർത്ഥം എന്താണ്? So what is the meaning of this word? നമ്മുടെ ജീവിതത്തിന്റെ പ്രഥമമായിരിക്കുന്ന പരിഗണന അത് ദൈവത്തിനായിരിക്കണം എന്നുള്ളതാണ്. It means that the important part in our life should be to God. നമ്മുടെ ജീവിതത്തിന്റെ ഒന്നാം സ്ഥാനം ദൈവത്തിനായിരിക്കണം എന്നുള്ളതാണ്. It means that the first place of our life should be to God. നാം ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ, and when we give the first place to God, ദൈവത്തിന്റെ അനുകൂലത നമുക്ക് വെളിപ്പെട്ടു വരുന്നു എന്നുള്ളതാണ്. and that it will reveal that the God is with us. ദൈവത്തിന്റെ ഫേവർ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരികയാണ്. And the favor of God will come into our life. ദൈവത്തിന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരികയാണ്. And the grace of God will be revealing in our life. അപ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ നാം ആദ്യം ദൈവത്തിലാണ് ആശ്രയിക്കേണ്ടത്. And if any problem happens in our life, we should put trust in the Lord first. അവിടെയാണ് ദൈവത്തിന്റെ പ്രീതി വാത്സല്യം, ദൈവത്തിന്റെ ഫേവർ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്നത്. And there the favor of God will come to us. ഇതാ എസ്തേറിനോട് വന്ന് മൊർദെഖായി ഇപ്രകാരം പറയുന്നു. And Mordecai is saying to Esther like this. എസ്തേറെ, നമ്മുടെ ജനത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ഹാമാൻ പദ്ധതി ഒരുക്കുന്നു. And he is saying that the Haman is planning to kill our people. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ചിതറിക്കിടക്കുന്ന യഹൂദന്മാരായിരിക്കുന്ന ദൈവമക്കളെ കൊന്നുകളയുവാൻ വേണ്ടിയുള്ള കത്ത് ഇതാ ഹാമാൻ പുറപ്പെടുവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. And Haman had written the script and the letter that all the Jews that are spread all over the country, the child of God should be killed. ഈ വർത്തമാനം എസ്തർ കേൾക്കുന്ന സന്ദർഭത്തിൽ, And when Esther heard these things, എസ്തർ ഇപ്രകാരം പറഞ്ഞില്ല. and Esther does not say it like this. രാജാവ് ഇപ്പോൾ താൻ സിംഹാസനത്തിലാണ് ആയിരിക്കുന്നത്. And the king is in the throne now. ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം തീർത്തതിന് ശേഷം, ഇന്നത്തെ ജോലികളെല്ലാം തീർത്തതിന് ശേഷം, and after all the work today, അദ്ദേഹത്തിന് ഏതൊക്കെ കാര്യങ്ങൾ ആരെയൊക്കെ ഏൽപ്പിക്കുവാനുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചതിന് ശേഷം ഇന്ന് സന്ധ്യയാകുമ്പോൾ ഭവനത്തിലേക്ക് വന്നു കഴിയുമ്പോൾ, and after he gave all the orders to all the people, and then he comes to the home, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ, and when we eat the food together, ഞങ്ങൾ കിടക്കാനായിട്ട് പോകുന്ന സമയത്ത്, and when we go to sleep, ഞാൻ ഈ കാര്യങ്ങൾ രാജാവിനോട് അറിയിക്കാം. and I will say these things to the king. മൊർദെഖായി, നീ ഭാരപ്പെടേണ്ട. Mordecai, you don't have to worry. ഞാൻ ഇന്ന് രാത്രി തന്നെ, and in this night, ഞാൻ അഹശ്വേരോസ് രാജാവിനോട് ഈ കാര്യം പറഞ്ഞ്
ഒരു പരിഹാരം ഉണ്ടാക്കാം. And today tonight itself, I will make and fruit to this thing. അങ്ങനെയല്ല എസ്തർ പറഞ്ഞത്. Esther does not said like this. എസ്തറിന് അഹശ്വേരോശ് രാജാവിനോട് ഒരു കാര്യം പറയുവാനായിട്ട് ആരുടെയും ശുപാർശ ആവശ്യമില്ല. And Esther does not need anyone's need for to say something to Ahasuerus. കാരണം എസ്തർ അവിടുത്തെ രാജ്ഞിയാണ്. Because Esther is the queen. രാജാവിനോട് നേരിട്ട് കാര്യം പറയാം. And she can say the thing directly to the king. ഒരു മധ്യസ്ഥന്റെ ആവശ്യമില്ല. And she does not need anyone. ഒരു ഇടനിലക്കാരന്റെ ആവശ്യമില്ല. And she does not want anyone. കാര്യം കണ്ണിൽ നോക്കി കാര്യം പറയുവാൻ തനിക്ക് കഴിയും. And she can say that looking at the eye itself. എന്നാൽ അതല്ല എസ്തർ ചെയ്യുന്നത്. But Esther is not saying that, doing that. എസ്തർ പറയുകയാണ്, Esther is saying, ഞാനിപ്പോൾ രാജാവിനോട് ഈ കാര്യങ്ങൾ പറയുന്നില്ല. and I will not say these things to the king now. I will 3 ദിവസം ദൈവസന്നിധിയിൽ ഈ വിഷയത്തെ കൊണ്ടുവരുവാൻ പോവുകയാണ്. I'm going to take these things to the God in 3 days. കാരണം ഒരു മാസത്തേക്ക് ഒരു സ്ത്രീയെയോ ഒരു പുരുഷനെയോ രാജാവ് ക്ഷണിച്ചിട്ടില്ല തന്റെ സിംഹാസനത്തിന്റെ മുന്നിലേക്ക് അഭയാദരയുമായി ചെല്ലുവാനായിട്ട്, അല്ലെങ്കിൽ കാര്യം പറയുവാനായിട്ട്, കാര്യം ബോധിപ്പിക്കുവാൻ. And because the king had not allowed any woman or men to enter into the palace for any request. അതിന്റെ നടുവിലാണ് എസ്തറിന് നേരിട്ട് തന്റെ കിടപ്പുമുറിയിൽ വെച്ച് അല്ലെങ്കിൽ ഭക്ഷണമേശയിൽ വെച്ച് തനിക്ക് സ്വകാര്യമായി തനിക്ക് അഹശ്വേരോശ് രാജാവിനോട് ഇക്കാര്യം ബോധിപ്പിക്കാം. And Esther, while she were eating, or while they were, praise God, hallelujah, she can bring it to the king. അവിടെ വെച്ച് തനിക്ക് ഈ കാര്യങ്ങൾ ബോധിപ്പിക്കുവാൻ കഴിയും. And there she can say these things. എന്നാൽ എസ്തർ അങ്ങനെയല്ല ചെയ്യുന്നത്. But Esther is not doing like that. എസ്തർ മൊർദെഖായിയോട് പറയുന്നത് തന്നെയാണ്, and Esther is saying itself to Mordecai, ഞാൻ ഈ കാര്യത്തെ ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ടു ചെല്ലുകയാണ്. I am taking these things to the God. ആ എസ്തറിന്റെ മനോഭാവം കണ്ടോ? Look at the attitude of Esther. ദൈവത്തിലുള്ള ആശ്രയം കണ്ടോ? Look at her confidence in God. 162ഓളം രാജ്യങ്ങളെ ഭരിക്കുന്ന ഭരണാധികാരിയാണ് തന്റെ ഭർത്താവ്. Her husband is a king who rules over 162 countries. എന്നാൽ തനിക്ക് മുകളിൽ മറ്റൊരാളില്ല. But he doesn't have anyone above him. ആ രാജാവിന്റെ ഭാര്യ പദവിയാണ് എസ്തർ അലങ്കരിക്കുന്നത്. And Esther is in the queen of that queen. ഇത്രയും സാധ്യതകളുള്ള എസ്തർ, this Esther who has this much things, ദൈവസന്നിധിയിൽ ഈ കാര്യത്തെ കൊണ്ടു ചെല്ലുകയാണ്. is taking these things to the presence of God. പ്രിയപ്പെട്ടവർ, ഇതെനിക്ക് നമുക്ക് ഓരോ പ്രിയപ്പെട്ടവർക്കും ഇതൊരു മാതൃകയാണ്. And this is a way for all of us. നമ്മൾ എത്ര വലിയവരാണെങ്കിലും എത്ര ഉന്നതരാണെങ്കിലും, if we are how much bigger or greater, നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം വരുമ്പോൾ, if any problem comes to our life, നമുക്ക് ആ കാര്യത്തെ ആദ്യം ദൈവസന്നിധിയിൽ കൊണ്ടു ചെല്ലുക എന്നുള്ളതാണ്. and we should take the thing to the presence of God. അതാണ് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. And there it says, those who looked at the face of God, they were not shamed. എസ്തർ ആ കാര്യത്തെ ദൈവസന്നിധിയിൽ കൊണ്ടു ചെന്നതിനാൽ, and because Esther took that thing into the presence of God, കണ്ടോ, രാജാവിന്റെ ചെങ്കോൽ അവൾക്ക് നേരെ നീട്ടുവാനിടയായി. and the golden scepter of king was brought towards her. കണ്ടോ, അവരോട് ചോദിക്കാൻ, നിനക്ക് എന്താണ് ആവശ്യമായിരിക്കുന്നത്? And he is asking her, what do you want? രാജ്യത്തിന്റെ പകുതിയാണെങ്കിലും ഞാൻ നിനക്ക് നൽകി തരുവാനിടയായി. I will give even if the half of the country. പ്രിയപ്പെട്ടവരെ, അതിന്റെ നടുവിലാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. And in between that, the work of God will happen. അവർ നേരിടുന്ന പ്രശ്നത്തെ അവൾ തന്റെ ഭർത്താവായിരിക്കുന്ന രാജാവായിരിക്കുന്ന അഹശ്വേരോശിനെ അല്ല
അഹശ്വേരോശ് രാജാവിനോടല്ല പറയുന്നത്, ദൈവത്തിന് പ്രഥമസ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവത്തോട് കാര്യം പറഞ്ഞതിനാൽ അവരുടെ കാര്യത്തിന്റെ മേൽ ദൈവിക ഇടപെടൽ ഉണ്ടാകുവാനിടയായിത്തീർന്നു. And she did not say that thing to the king Ahasuerus itself, but she brought it to the presence of God, and she had a result for that thing. ഈ എസ്തേർ നേരിട്ട് അഹശ്വേരോശ് രാജാവിനോട് ഈ കാര്യം ബോധിപ്പിച്ചാൽ ഒരുപക്ഷെ ആ എഴുതിയിരിക്കുന്ന എഴുത്ത് വേണമെങ്കിൽ അദ്ദേഹത്തിന് മായ്ക്കുവാൻ കഴിയും, ഇനി അവരെ കൊല്ലാതിരിക്കുവാൻ കഴിയും. And if Esther say these things to the king Ahasuerus directly, he can erase all their letters. എന്നാൽ എന്താ സംഭവിക്കുന്നത്? But what is happening? അവർക്ക് വിരോധമായി നിൽക്കുന്ന ശത്രു അതുപോലെ തന്നെ നിൽക്കുവാനിടയായിത്തീരും. And the enemy which is against her will stand still like that. അടുത്ത ഒരവസരം വരുമ്പോൾ തകർത്ത് കളയുവാൻ വേണ്ടി അണിയറയിൽ പദ്ധതികൾ ഒരുക്കിക്കൊണ്ടിരിക്കും. And the enemy will start to plan the things to attack again at the time. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ആ കാര്യത്തെ കൊണ്ടു ചെന്നപ്പോൾ, But when they brought it to the presence of God, അവർ നേരിടുന്ന പ്രശ്നത്തെയും ദൈവം പരിഹരിച്ചു. അവർക്ക് വിരോധമായി നിന്ന ശത്രുവിനെ എന്നേക്കുമായി കർത്താവ് ഈ ഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റുവാനിടയായിത്തീർന്നു, നീക്കിക്കളയുവാനിടയായിത്തീർന്നു. and when they brought it to the presence of God, and that enemy was erased from this world, and their problem had a result. അതാണ് ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചതിനാൽ സംഭവിച്ച കാര്യം. അതാണ്. And that is what it happened when they searched the face of God. അഭിമുഖീകരിച്ച പ്രശ്നത്തിന്റെ വലിപ്പം കണ്ടുകൊണ്ട് ഭയപ്പെട്ട് തന്റെ ഭർത്താവായിരിക്കുന്ന രാജാവായിരിക്കുന്ന അഹശ്വേരോശിനോടല്ല പറഞ്ഞത്, 3 ദിവസം അവൾ ഇടവേള എടുക്കുവാനിടയായിത്തീർന്നു. 3 ദിവസം പറഞ്ഞില്ല. And she did not say it did directly to the king Ahasuerus about how bigger the problem was, but she took 3 days not saying it. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി കടന്നു വന്നാൽ, if any problem comes to our life, മാനുഷികമായി നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? and what will we do? നമുക്ക് ബന്ധങ്ങളുണ്ടെങ്കിൽ, if we have relationships, നമുക്ക് മന്ത്രിമാരായിട്ട് ബന്ധങ്ങളുണ്ടെങ്കിൽ, if we have any relationship with ministers, MLA-മാരായിട്ട് ബന്ധങ്ങളുണ്ടെങ്കിൽ, if we have relationships with MLAs, പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധങ്ങളുണ്ടെങ്കിൽ, if we have relationship with police officers, നമുക്ക് എവിടെയൊക്കെ നമുക്ക് സ്വാധീനങ്ങളുണ്ടോ എത്രയും വേഗത്തിൽ നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെടുവാനാണ് ശ്രമിക്കുന്നത്. however relationships we have, and that faster we will go to search for them. എന്തുകൊണ്ടെന്നാൽ മുന്നിൽ നിൽക്കുന്ന പ്രതിസന്ധി ഭീമാകാരമാണ്, ഭയങ്കരമായിരിക്കുന്നത്. Because it is great, the problem which is in front. എന്നാൽ ആ പ്രശ്നത്തെ എത്രയും വേഗത്തിൽ പരിഹരിക്കുവാനുള്ള മാർഗമല്ലേ നമ്മൾ തേടുന്നത്. But we are searching for the answer that we would get faster. സുനാമി തിരമാല പോലെ നിൽക്കുന്ന വൻ പ്രതിസന്ധി എസ്തേറിന്റെയും യഹൂദ ജനത്തിന്റെയും ദൈവമക്കളുടെയും മുന്നിൽ നിൽക്കുമ്പോൾ, when the attack was against Esther, Jews, and the child of God, like the waves of tsunami, അവരെ വിഴുങ്ങുവാൻ ഭാവിച്ച് വാ പിളർന്നു നിൽക്കുന്നത് പോലെ നിൽക്കുമ്പോൾ, and it is like it is going to swallow, like its mouth is wide open. അവൾ പ്രതിസന്ധിയല്ല കണ്ടത്. She did not see the problem. ഞാൻ ആദ്യം ഈ കാര്യത്തെ എന്റെ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ സമർപ്പിക്കുകയാണ്. I am taking these things to the presence of my Lord. ആ വലിയ പ്രതിസന്ധി ഇവളെ ഈ ദൈവജനത്തെ വിഴുങ്ങിക്കളയുവാൻ വേണ്ടി വരികയാണ്. This problem is coming to swallow the child of God. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നീ നിന്റെ വിഷയവുമായി നിൽക്കുമ്പോൾ, but when you come into the presence of Lord along with your problem, ദൈവവചനത്തിന്റെ ഉറപ്പുണ്ട്, and you have the foundation of the word of God, നീ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ ആലയത്തിൽ നീ ആരാധനയ്ക്ക് വേണ്ടി കടന്നു പോകുമ്പോൾ ഒരു ശത്രുവും നിന്റെ ദേശം മോഹിക്കയില്ല എന്ന് ദൈവത്തിന്റെ ഉറപ്പുണ്ട്.
and we have our courage that if you go to the church and if you go to the presence, if you take your problem to the presence of God, no enemy will come against your city. അതെ, ഈ 3 ദിവസങ്ങൾ അവർ ദൈവസന്നിധിയിൽ ഉപവസിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവരെ ഈ പ്രശ്നം വിഴുങ്ങിയില്ല. കാരണം അതിനെ സ്വർഗത്തിലെ ദൈവം കൈകാര്യം ചെയ്തു. She took this problem to the presence of God, and she took 3 days and she had a solution for this problem. അതേ പ്രിയപ്പെട്ടവരെ, അവർ എസ്തേർ ആ സഹോദരി ദൈവസന്നിധിയിൽ ആദ്യം തന്റെ കാര്യത്തെ സമർപ്പിച്ചതിനാൽ അവളുടെ പ്രശ്നം പരിഹരിക്കപ്പെടുക മാത്രമായിരുന്നില്ല, പ്രശ്നത്തിന്റെ പിന്നിലുണ്ടായിരുന്ന കാരണത്തിന്റെ അടിവേരിനെ സ്വർഗത്തിലെ ദൈവം എന്നേക്കുമായി ഈ ഭൂപരപ്പിൽ നിന്നും തുടച്ചു മാറ്റുവാനിടയായി തീർന്നു. And because of Esther, she told it took it to the presence of God. God has to find a solution to that problem, and he find a solution to that problem, and he raised the roots of how that problem began. നിന്റെ പ്രശ്നത്തെ നീ മനുഷ്യന്റെ മുമ്പിൽ വെളിപ്പെടുത്തുന്നതിന് മുമ്പ് നീ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്റെ പ്രശ്നത്തെ ഇറക്കി വെക്കുക. And you should take your problem to the God before you take it to the man. അതെ, നിന്റെ പ്രശ്നത്തെ നീ ആദ്യം ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ടുവരിക. You first took your problem to the presence of God. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. It is better to put trust in the Lord than to put your trust in men. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. It is better to trust in the Lord than to put your confidence in princes. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടെന്നാൽ dears, why? ഒരു മനുഷ്യൻ എത്ര നല്ലവനായിരുന്നാലും If that man is very good, അവനെ ദൈവവുമായി ഒരിക്കലും താരതമ്യപ്പെടുത്തുവാൻ കഴിയില്ല. we cannot make him mix with God. അതാണ് അതിന്റെ കാര്യം എന്ന് പറയുന്നത്. And that is the thing. നമ്മൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ, and if we learn or study about those things, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നതിനേക്കാൾ അപ്പുറമായി മനുഷ്യരിൽ ആശ്രയിക്കുന്ന വ്യക്തികളെ കുറിച്ച് പറയുന്നുണ്ട്. and in the book of the prophet Jeremiah, it says about those who does not put their trust in God. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 4, 5, 6 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്, and when we read the books of Jeremiah chapter number 17 and verse number 4, 5 and 6, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്നവൻ ശപിക്കപ്പെട്ടവൻ, അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും. നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണ്ട പ്രദേശങ്ങളിലും നിവാസികളില്ലാത്ത ഉവർനിലങ്ങളിലും പാർക്കും. And cursed, thus says the Lord, cursed is the man who trusts in the man and makes flesh his strength, whose heart departs from the Lord. For he shall be like a shepherd in the desert, and shall not see when good comes, and shall inhabit the parched in the salt land which is not inhabited. എന്താണ് അവിടെ പറയുന്നത്? What is said there? മനുഷ്യനിൽ ആശ്രയിക്കുന്നവൻ, those who put the trust in man, ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കാത്തവൻ, those who does not give the importance to God, ഹൃദയം കൊണ്ട് ദൈവത്തെ വിട്ടുമാറുന്നവൻ, those who forsake God in the heart. അതിന്റെ പരിണിത അനന്തര ഫലം എന്ന് പറയുന്നത്, the after effect of that thing is ശാപമാണ്, that is curse, വരൾച്ചയാണ്, that is dryness, നന്മ വരുമ്പോൾ കാണുവാൻ കഴിയുന്നില്ല, and he cannot see when the good come. വരണ്ട നിലങ്ങളിലാണ് പാർക്കുന്നത്. He is in the past places. എന്നാൽ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുന്നവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഭാഗ്യാവസ്ഥയെ കുറിച്ച് അടുത്ത വചനം നമ്മോട് പറയുന്നു. 8-ാം വചനം പറയുകയാണ്, and the 8th verse is saying to us, മനുഷ്യനിൽ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ.
അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നത് മാറ്റരികെ വേരൂന്നിരിക്കുമായിരിക്കുന്ന വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല, അതിന്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. And blessed is the man that trusts in the Lord, and whose hope the Lord is. For he shall be as a tree planted by the waters, and that spreadeth out her roots by the river, and shall not see when heat cometh, but her leaf shall be green, and shall not be careful in the year of drought, neither shall cease from yielding fruit. ആത്മാവിൽ കാര്യങ്ങൾ കണ്ട് ഉണർന്ന് കൈകാര്യം ചെയ്യുന്നവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ദൈവം വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ കണ്ടോ? And see the blessings which God had kept for those who had put their trust in God. ദൈവത്തിൽ ആശ്രയിക്കാതെ അകന്നുപോയ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ കണ്ടോ? And look at the things which happened to the man who does not put his trust in the Lord. അവൻ ശാപത്തിലാണ് ആയിരിക്കുന്നത്. He is in curse. അവൻ വരൾച്ചയിലാണ് ആയിരിക്കുന്നത്. He is in dryness. അവന്റെ ജീവിതത്തിനകത്ത് അവൻ ഒന്നും നേടിയെടുക്കുന്നില്ല. And he is not gaining anything in his life. അവൻ മരുഭൂമിയിലാണ് ആയിരിക്കുന്നത്. He is in the wilderness. വരണ്ട പ്രദേശത്താണ് ആയിരിക്കുന്നത്. He is in the past places. ആരുമില്ലാത്തയിടത്താണ് അവൻ ആയിരിക്കുന്നത്. He is in the salt land. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ, But those who put their trust in God, അവൻ വെള്ളത്തിന്റെ അരികെ നട്ടിരിക്കുന്ന ഒരു വൃക്ഷം പോലെ ഇരിക്കുവാനിടയായിത്തീരും. for he shall be like a tree planted by the waters. അതുകൊണ്ടാണ് 1-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം അവിടെ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. And itself we can see. അവൻ ഉഷ്ണം തട്ടുമ്പോൾ, ചൂട് തട്ടുമ്പോൾ അത് പേടിക്കത്തില്ല. And it will not fear when heat comes. ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് ദൈവവൈദ്യർ എത്ര വലിയ പ്രതിസന്ധി വന്നാലും അവൻ ഭയപ്പെടുകയില്ല. He will not fear if any big problem it is. അതാണ് ദൈവത്തിന്റെ വചനം നമുക്ക് ഉറപ്പ് നൽകി തരുന്നത്. And that's the word of God says to us. ഹല്ലേലൂയ. Hallelujah. അതെ, ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കത്തില്ല. It will not fear when the heat comes. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, That is why the word of God says, ക്ഷാമമുള്ള കാലത്ത് ക്ഷാമമുള്ള ദേശത്ത് ഇസഹാക്ക് വിതയ്ക്കുവാനിടയായിത്തീർന്നു. and Isaac sowed in the desert. അവൻ വിതച്ചപ്പോൾ ദൈവം 100 മേനി കൊടുക്കുവാനിടയായിത്തീർന്നു. And when he had sowed, God gave him more than 100 crops. എന്തുകൊണ്ടെന്നാൽ അവൻ ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ടാണ്. Because he put his trust in the Lord. അവൻ ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ടാണ്. Because he put his trust in the Lord. അവനെങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ചത്? അവനെങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ചത്? How did he put trust in the Lord? അവൻ ദൈവത്തിൽ ആശ്രയിച്ച് അവൻ ദൈവത്തിന്റെ ശബ്ദം കേട്ടു, അവനെ അനുസരിച്ചു എന്നുള്ളതാണ്. That is how he put his trust in the Lord. Is he obeyed the voice of God. ദൈവനോട് പറഞ്ഞു, നീ മിസ്രൈമിലേക്ക് ഇറങ്ങി പോകരുത്. And God told to him, you should not go down to Egypt. ഇപ്പോൾ നീ ആയിരിക്കുന്ന ഇടത്ത് തന്നെ നീ പാർക്കുവാൻ തയ്യാറാകുക. You should stay there where you are now. അവൻ ആയിരിക്കുന്ന ഇടത്ത് വലിയ ക്ഷാമമാണ്. And that place is full of desert. പക്ഷെ അവൻ ഒരു ദൈവ ശബ്ദം കേൾക്കുവാനിടയായിത്തീർന്നു. But he heard a voice of God. ആ ദൈവ ശബ്ദം കേട്ട് അവൻ അവിടെ ആയിരിക്കുമ്പോൾ, And when he was there hearing the voice of ആ God, ക്ഷാമമുള്ള ഇടത്തായി ഗരാരിലായിരിക്കുമ്പോൾ, and he is in the Gerar, that in the desert. വചനം പറയുന്നു, അവിടെ അവൻ വിതച്ചു. And the word of God says he sowed there. അവൻ വിത്തക്കയായിട്ട് പോകുന്ന കണ്ടപ്പോൾ ചിലരൊക്കെ പറഞ്ഞു കാണും, എന്തോ മണ്ടത്തരായി കാണിക്കുന്നേ. And when some sowed that he was going with seeds, some had said, what a foolishness is you doing? കാരണം ഇത്രയും ക്ഷാമമുള്ള ദേശത്ത് നീ എങ്ങനെയാണ് നീ വിതച്ചുകൊണ്ടെന്താ പ്രയോജനമുള്ളത്? And they should say that in this place where there is famine, what will you get while sowing these seeds? കാരണം അത്യുഷ്ണത്താൽ വലിയ ചൂടിനാൽ ഇതാ വയലുകളെല്ലാം വരണ്ട് ഉണങ്ങിക്കിടക്കുകയാണ്. Because of the heat, all the place and lands are dry. ഞാൻ ചോദിക്കുകയാണ്, I am asking, അല്ലയോ ഇസഹാക്കേ, oh is Isaac, അങ്ങക്ക് എങ്ങനെയാണ് ഈ ഇത്രയും വരണ്ടുണങ്ങി കിടക്കുന്ന ദേശത്ത് വിതയ്ക്കാൻ അങ്ങക്ക് ധൈര്യമുണ്ടായത്? how did you get the courage to sow in this place so dry? മഴയില്ലല്ലോ.
there is no പിന്നെ rain. എങ്ങനെയാണ്? How? ഇസഹാക്ക് ഒരു കാര്യം പറയും. Isaac will say, എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങളോട്. I want to say something to ഈ you. മഴയില്ലാത്ത കാലഘട്ടത്തിലും In this time where is no rain, വയലുകളെ വിളയിച്ച ഒരു ദൈവമുണ്ട്. there is a God who would bring forth fruit. ഭൂമിയിൽ നിന്ന് മഞ്ഞു പൊങ്ങി ഭൂമിയെ നനച്ച് അതിനകത്തു നിന്ന് വിളവ് കൊടുത്തൊരു ദൈവം എന്റെ ദൈവമാണ്. Praise God. Praise God. അത്ഭുതങ്ങളുടെ ദൈവമാണ് എന്ന് ഇസഹാക്കിന് ധൈര്യത്തോടു കൂടി പറയുവാൻ കഴിയും. Isaac can say that courageously that it is a God of miracles. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഭയപ്പെടുകയില്ല. Those who put trust in God will not fear. എത്ര ഉഷ്ണം തട്ടിയാലും അവൻ ഭയപ്പെടുകയില്ല. If how much heat comes, he will not fear. അവൻ പേടിക്കത്തില്ല. He will not fear. അതിന്റെ ഇല എപ്പോഴും പച്ചയായിരിക്കും. And its leaf will be green. ഒരിക്കലും നിന്റെ ആ പച്ചപ്പ് മാറിപ്പോകയില്ല. Your greenery will not go. ആ തളിർപ്പ് മാറിപ്പോകയില്ല. That greenery will not go. എവിടെ കൊണ്ടിട്ടാലും നീ മുളയ്ക്കാനിടയായി തീരും. If you are sowed anywhere, it will grow. നീ എവിടെയായിരുന്നാലും നീ വളരുവാനിടയായി തീരും. If you are anywhere, you will grow. കാരണം നിന്നോട് കൂടെ സർവശക്തനാകുന്ന ദൈവത്തിന്റെ കരമുണ്ട്. Because there is the hand of the Almighty God. വചനം പറയുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ അവൻ വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. And he says, അവൻ വരൾച്ചയുള്ള കാലഘട്ടത്തിലും അവൻ വാട്ടം തട്ടാതെ അവൻ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. And it says that even if it is heat, he will brings forth fruit. എത്ര വലിയ പ്രതിസന്ധിയുടെ നടുവിലും അവൻ ഫലം പുറപ്പെടുവിക്കുവാനിടയായിത്തീരും. He will grow fruits. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം നമ്മോട് ഇപ്രകാരം പറയുന്നു. And the word of God says to us like this. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ, those who put trust in the Lord, ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുന്നവൻ, the one who gives the importance to അവന്റെ God, ജീവിതത്തിൽ അവൻ ക്ഷീണിച്ചു പോകുവാൻ സർവശക്തനാകുന്ന ദൈവം സമ്മതിക്കത്തില്ല. in his life the Almighty God will not allow him to be tired. അവൻ ഭയപ്പെട്ടു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. God will not allow him to be tired. അവൻ ഉണങ്ങിപ്പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. God will not allow him to dry. എന്തുകൊണ്ടെന്നാൽ Because അവന്റെ ദൈവം ആറ്റരികത്താണ് നട്ടിരിക്കുന്നത്. God had planted him by the waters. അതുകൊണ്ടാണ് 1-ാം സങ്കീർത്തനം പറയുന്നത്, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കുമെന്ന് പറയുന്നത്. And that is why in Psalms 1 it says, and he shall be like a tree planted by the rivers of waters that brings forth its fruit in its season, whose leaf also shall not wither. അതാണ് എങ്ങനെയാണ് അവനായിരിക്കുന്നത്. And how is he? അവൻ ഒരു കാലഘട്ടത്തിലും And in any situation, അവന്റെ ഇല വാടുകയില്ല. his leaf shall not wither. ദൈവത്തിൽ ആശ്രയിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. There is saying about putting trust in the Lord. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷം പോലെയായിരിക്കും. And he will be like a tree planted by the അവൻ waters. ആറ്റരികത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷം പോലെയായിരിക്കും. He will be like a tree planted by the waters. ഹല്ലേലൂയ. Hallelujah. വചനം പറയുന്നു, The word of God അവൻ says, തക്ക സമയത്ത് ഫലം കായ്ക്കുവാനിടയായിത്തീരും. and he will bring forth fruit in its season. നിന്നിൽ നിന്നും ഫലമുണ്ടാകാതിരിക്കത്തില്ല. And you will bear fruit. ദൈവത്തിൽ ആശ്രയിക്കുന്നവനിൽ നിന്നും ഫലം പുറപ്പെട്ടുകൊണ്ടേയിരിക്കും. And it will bring forth fruit whom put trust in God. ഇന്ന് രാത്രിയിൽ നിങ്ങളത് വിശ്വസിക്കുവാൻ തയ്യാറാകുക. Tonight be ready to believe it. ഫലം കായ്ക്കുക മാത്രമല്ല ചെയ്യുന്നത്, It will not only bring forth fruit, ഇലവാടാത്തതായ വൃക്ഷം പോലെ ഇരിക്കും. and whose leaf shall also not wither. ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്നുണ്ട്. And in the word of God we can see like this. നോഹയുടെ കാലഘട്ടത്തിൽ വലിയ വെള്ളപ്പൊക്കമുണ്ടായി. In the time of Noah, a great flood began. നോഹയും തന്റെ ഭാര്യയും നോഹയുടെ മക്കളും മരുമക്കളും മാത്രമാണ് രക്ഷപ്പെട്ടത്. ചില മൃഗങ്ങളും രക്ഷപ്പെടുവാനിടയായി തീർന്നു. Only some animals, Noah, his sons
son-in-law, his wife only escaped. ബാക്കി എല്ലാവരും നശിച്ചു പോകുവാനിടയായിത്തീർന്നു. And the leftover were destroyed. മൂക്കിൽ ജീവശ്വാസമുള്ളതെല്ലാം ഈ മണ്ണിൽ അടിഞ്ഞു ചേരുവാനിടയായിത്തീർന്നു. And all those who had air in their nose being destroyed. ഇതാ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വെള്ളം താണു, അരാരാത്ത് പർവ്വതത്തിൽ പെട്ടകം ഉറച്ചു. And after some days, the water was gone, and the ark was landed on Mount Ararat. ഒരു മലങ്കാക്കയെ അയക്കുവാനിടയായിത്തീർന്നു. And he sent forth a crow. അത് വന്നും പോയിക്കൊണ്ടുമിരിക്കുവാനിടയായിത്തീർന്നു. And it came and gone and came and gone. എന്നാൽ അതിനുശേഷം ഒരു പ്രാവിനെ അയക്കുവാനിടയായിത്തീർന്നു. And then he sent forth a dog. അത് വന്നു അതിന് കാൽ വെക്കുവാൻ നിലത്ത് സ്ഥലമില്ലാത്തതിനാൽ പെട്ടകത്തിലേക്ക് തിരിച്ചു വന്നു. And he gone, and because he did not find any place to stay, he came back. എന്നാൽ പിന്നത്തേതിൽ ആ പ്രാവിനെ അയക്കുമ്പോൾ, And after that, when he sent that dog, വചനം പറയുന്നു, the word of God says, അതിന്റെ ചുണ്ടിൽ in its beak, ഒരു ഒലിവിന്റെ ഇലയുണ്ടായിരുന്നു. it was a leaf of olives. ഈ ഭൂമിയിൽ മനുഷ്യ ദീർഘദിവസങ്ങൾ 40 ദിവസം പെയ്ത മഴ, ആ മഴയുടെ അനന്തര ഫലമായിട്ട് മനുഷ്യൻ മുഴുവൻ മണ്ണിന് വളമായി മാറുകയാണ്. And മണ്ണിൽ അലിഞ്ഞു ചേർന്നു. And because of that heavy rain for 40 days and 40 nights, all the men they became, and they were all landed on the earth. ഈ ഭൂമിയിൽ കണ്ട സകല വൃക്ഷ സസ്യങ്ങളും മുഴുവൻ കടമുഴുകി വീഴുകയും അതും ഈ മണ്ണിനോട് ലയിച്ചു ചേരുവാനിടയായിരുന്നു. And all the animals and trees, they were all destroyed and were gone with the earth. എന്നാൽ അതിന്റെ നടുവിൽ, But in between that, ഒരു ഒലിവ് വൃക്ഷം തലയെടുപ്പോടുകൂടി നിൽക്കുവാനിടയായിരുന്നു. an olive tree was there. അത് ഏതാണ് ആ ഒലിവ് വൃക്ഷം കാണിക്കുന്നത്? That olive tree says, സമൃദ്ധിയാകുന്ന ജീവനെയാണ് കാണിക്കുന്നത്. it is showing the eternal life. കണ്ടോ, വലിയ മഴ വന്നു. And a great flood came. ഒരു കൂട്ടം ജനം പെട്ടകത്ത്, നോഹയും കുടുംബവും പെട്ടകത്തിനകത്താണ്. Noah and his family is in the ark. മൃഗജാലങ്ങൾ പെട്ടകത്തിനകത്താണ്. All the animals are in the ark. വലിയ കാറ്റ്, ഒരുപക്ഷെ വലിയ കാറ്റ് വന്നിരിക്കാം. And there came great winds. അന്നുവരെ കാണാത്ത ഇടിമിന്നലുകൾ വന്നിരിക്കാം. And then came lightnings and ആ thunders. ഇടിമിന്നലിനകത്ത് ചില വൃക്ഷങ്ങളെല്ലാം പച്ചയ്ക്ക് നിന്ന് കത്തിയിട്ടുണ്ടായിരിക്കാം. And through the lightning, all the trees should have been burned. വലിയ കാറ്റിനകത്ത് പല വൃക്ഷങ്ങളും നിലം പൊത്തിയിട്ടുണ്ടായിരിക്കാം. And made all the trees being gone down to the earth. എന്നാൽ കടന്നു വന്ന സകല പ്രതികൂലങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഒരു ഒലിവ് വൃക്ഷം തലയെടുപ്പോടുകൂടി നിന്നു. വരും കാലഘട്ടത്തിൽ ഒരു തലമുറയ്ക്ക് അടയാളമായി, പെട്ടകത്തിനകത്തിരിക്കുന്ന നോഹയ്ക്ക് അടയാളമായി, പ്രിയപ്പെട്ടവരെ, ആ വലിയ മഴയുടെ നടുവിലും തന്റെ ആ വൃക്ഷത്തിന്റെ ഒരൊറ്റ ഇല പോലും ചീഞ്ഞു പോകാതെ അത് തലയെടുപ്പോടുകൂടി നിൽക്കുവാനിടയായി തീർന്നു. And that olive tree stood firm in all that problems, that he should be a sign for Noah and all the generations, that not a leaf of it was gone. ദൈവത്തിന്റെ വചനം പറയുകയാണ്, And here the word of God says, ഇലവാടാത്തൊരു ഒലിവ് വൃക്ഷം പോലെ, like an olive tree which does not wither its leaf. ദൈവത്തിൽ ആശ്രയിക്കുന്ന നിന്നെ തമ്പുരാൻ നിർത്തുവാനിടയായിത്തീരും. God will send you who put trust in the Lord. ദൈവത്തിന്റെ വചനം നമ്മോട് ഇപ്രകാരം പറയുന്നു, Word of God says to us, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. it is better to put trust in the Lord than to put confidence in പ്രഭുക്കന്മാരിൽ man. ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. It is better to trust in the Lord than to put your confidence എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ എത്ര നല്ലവനാണെങ്കിലും അവൻ മനുഷ്യൻ മാത്രമാണ്. because even if he is very good, but he is only man. എന്നാൽ നീ ആശ്രയിക്കുന്ന ദൈവവുമായിട്ട് അവനെ താരതമ്യപ്പെടുത്തുവാൻ കഴിയുകയില്ല. But he cannot be mixed with the God whom you are worshiping. നിന്റെ ജീവിതത്തിനകത്ത് വൈദ്യശാസ്ത്രത്തെ ആശ്രയിക്കരുത് എന്നാണോ അതിന്റെ അർത്ഥം?
It doesn't mean that you should not put your confidence in medical science. പണത്തിൽ ആശ്രയിക്കരുതെന്നാണോ അതിന്റെ അർത്ഥം? Does it say that you should not put your confidence in money? ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. We need all these things. അതുകൊണ്ടാണ് യേശു ചോദിച്ചത്, ഈ മരുഭൂമിയിൽ നിങ്ങളുടെ പക്കൽ എത്രത്തോളം നാണയങ്ങളുണ്ട്? And that is why Jesus asked, how much money do you have in your hand in this desert? യേശു ക്രിസ്തുവിന് കരം കൊടുക്കേണ്ടി വന്ന സമയത്ത് ഈ പത്രോസും കരം കൊടുത്തിട്ടില്ല. യേശു പറയാ, പത്രോസേ, നീ കടന്നു ചെന്ന് നീ ചൂണ്ടയിടണം. ചൂണ്ടയിടുമ്പോൾ ഒരു മത്സ്യത്തിന്റെ വായിൽ ഒരു വാ തുറക്കുന്ന സമയത്ത് ഒരു ചതുർദ്രം പപ്പടം കാണുവാനിടയായി തീരും. And when Jesus does not have any tax and Peter also does not have any tax, he said that you have to throw your net and the first fish you get and you will get a money. ജീവിതത്തിനകത്ത് നീ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണം. And you should give your first importance to Jesus. പ്രിയപ്പെട്ടവരെ, ഹിസ്കിയ രാജാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. And dear Hezekiah, the king became ill. പ്രവാചകനായിരിക്കുന്ന യെശയ്യാ പ്രവാചകൻ ചെന്നിട്ട് ഹിസ്കിയാവിനോട് പറയുക, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കിയോ, നീ മരിച്ചു പോകും. And the prophets of prophets, as Isaiah is saying to Hezekiah, put everything in order and that you will die. എന്നാൽ ഈ ദൂത് കേട്ട ഹിസ്കിയാവ് അന്നാ പെട്ടെന്ന് ബാക്കി കാര്യങ്ങൾ മക്കൾക്ക് അതാ എഴുതി കൊടുക്കുന്നു, തനിക്ക് ഉള്ള സ്ഥലങ്ങൾ വീതം വയ്ക്കുന്നു, കൊട്ടാരം വിവാഹിച്ചു കൊടുക്കുന്നു. ഇതൊന്നും അല്ല എഴുത്. And he did not did that. He had given the palace. He had given the palace and everything, and then writing every letter. തന്റെ തലയ്ക്ക് മുകളിൽ ഒരു ദൂത് കിടക്കുകയാണ്, മരണത്തിന്റെ ദൂതാണ്. And he have a prophecy above his head, that is the prophecy of death. എന്നാൽ ആ ദൈവ മനുഷ്യൻ താൻ ചുവരിനോട് മുഖം ചേർക്കുവാനിടയായി തീർന്നു. But that man of God changed his face towards the wall. താൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എന്നെ ഒന്ന് ഓർക്കണം. And he said to the Lord, Lord, remember me. ഞാൻ അങ്ങയുടെ സന്നിധിയിൽ ഏകാഗ്രതയോട് കൂടി നടന്നത് ഓർക്കണം. Remember how faithful I was in your ways. ചുവരോട് ചേർത്ത് ദൈവസന്നിധിയിൽ തന്റെ ആവശ്യത്തെ പറഞ്ഞ ഭക്തന്റെ ആയുസ്സിനെ 15 വർഷം ദൈവം നീട്ടിക്കൊടുത്തു. And God increased his life to 15 years. Who asked him? പ്രവാചകന്മാരുടെ പ്രഭുവായിരിക്കുന്ന യെശയ്യാവിന്റെ പ്രവചനം സ്വർഗത്തിലെ ദൈവം ആ യെശയ്യാ പ്രവാചകനോട് തന്നെ തിരിച്ചു പറഞ്ഞു, നീ ചെന്നിട്ട് പറ, ഇതാ ഞാൻ അവന്റെ ആയുസ്സിനെ 15 സംവത്സരം നീട്ടിക്കൊടുക്കുകയാണ്. And that prophet Isaiah, God is saying to he himself that to say that I am increasing his life span to 15 years. നീ ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണെങ്കിൽ, and if you're a man who puts your trust in Lord, നിനക്ക് ചില സമയത്ത് തിരിക്കുവാൻ കഴിയും. and you can turn at some time. ദൈവം പറഞ്ഞ ദൂതിനെ അവൻ തിരിക്കുകയായിരുന്നു. And he was turning the prophecy which യെശയ്യാവ് കള്ള ദൂതല്ല പറഞ്ഞത്. Isaiah does not say any false prophet. ശരിയായ ദൂതാണ് പറഞ്ഞത്. He told the truth prophecy. പക്ഷെ താൻ യെശയ്യാവിന്റെ കാൽക്കലല്ല വീണേ. But he does not fall in the legs of over the feet of Isaiah. യെശയ്യാവിന്റെ പക്കൽ ദൂത് കൊടുത്തു വിട്ടവന്റെ പാദപീഠത്തിൽ അവൻ വീണു. And he fell at the feet of the one who gave the prophecy to Isaiah. യെശയ്യാവ് മടങ്ങി വീട്ടിലെത്തുന്നതിന് മുമ്പ് തിരിച്ചു വന്നു. Before Isaiah came to home, he came again. എന്നാൽ അവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. But there we can see something. ഹിസ്കിയാവിന്റെ കാലിൽ പരുവാണ് വന്നത്. And only some boils came to Hezekiah. അവിടെ ഹിസ്കിയാവിനോട് ദൈവം പറയുകയാണ്. And there God is saying to Hezekiah. യെശയ്യാ പ്രവാചകനിലൂടെ പറയുകയാണ്. And he is saying to Isaiah. ഞാൻ നിന്റെ ആയുസ്സിനെ 15 വർഷം നീട്ടിത്തന്നു. And I have increased your lifespan for 15 more years. എന്നാൽ ഇപ്പോൾ നിന്റെ ആ പരു ഭേദമാകേണ്ടതിന്, but for that all your boils should be cured. നീ അത്തിപ്പഴം കൊണ്ടുവന്ന് ആ മുറിവിൽ പുരട്ടുക. And you brought a fig tree and rub it in that wound. കണ്ടോ, ദൈവത്തിനങ്ങ് സൗഖ്യമാക്കിയ പോരാ, ആ കാലിനെ അങ്ങ് സൗഖ്യമാക്കിയ പോരായിരുന്നു. And God would have healed that leg. ഇതെല്ലാം ദൈവം, പ്രിയപ്പെട്ടവരെ, ഹിസ്കിയാവിനോട് പറയുകയാണ്, ഹിസ്കിയാവേ, നീ അത്തിപ്പഴം കൊണ്ടുവന്ന ആ മുറിവിൽ പുരട്ടുക. And God said
and you bring a fig tree and then rub it in the wound. നമ്മുടെ ജീവിതത്തിന്റെ പ്രഥമ സ്ഥാനം ദൈവത്തിന് കൊടുക്കാൻ പ്രിയപ്പെട്ടവർ. And if we can give our importance to God, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. we can pray together. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. Our Heavenly Father, we pray together. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് It is better to trust in the Lord than to put our confidence in men. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത്. It is better to trust in the Lord than to put our confidence in princes. അങ്ങ് സംസാരിച്ച വചനം ഞങ്ങൾ ജനത്തോട് സംസാരിക്കുവാനിടയായി. We have spoke all the word which you have spoken through us. യേശുവിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. Let the sick people be healed. കടഭാരങ്ങൾ മാറിപ്പോകട്ടെ. Let all those taxes be gone. ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ജോലിയുടെ വഴികൾ തുറന്നു വരട്ടെ. Let those who are trying for job, let them have a job. വിവാഹത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ടും വിവാഹങ്ങൾ മുടങ്ങിക്കിടക്കുന്ന ആ വിവാഹങ്ങൾ നടക്കുവാൻ ഇടയായിത്തീരട്ടെ. Let those marriages which was not happening, let it happen. കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, എങ്കിലും താഴ്വരയിൽ കുഴികൾ കുത്തുവാൻ പറഞ്ഞ സർവശക്തനാകുന്ന കർത്താവേ, and the Almighty God who told that to dig holes where rains and wind are not coming, ആ കുഴികളെ താഴ്വരയെ മുഴുവൻ നിറച്ച കർത്താവേ, and God who filled that whole valley full of water, അങ്ങിൽ ആശ്രയിക്കുന്ന ജനത്തിന്റെ മേൽ those who trust in you, അവിടുത്തെ അനുഗ്രഹങ്ങളെ വർഷിച്ചാട്ടെ. let you shower your blessings യേശുവിൻ നാമത്തിൽ തന്നെ, in your mighty name. ആമേൻ. Amen. എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. Let the Lord bless you abundantly. Amen.